ദൂരത്തും ചാരത്തും വിവിധ ഭവനങ്ങളിലും വീതികളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും പ്രബുദ്ധരും നല്ലവരും ഈശ്വരഭക്തരുമൊക്കെ ആയ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്തയേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രശാന്ത സുന്ദരമായ ഈ പ്രദേശത്ത് നിരവധി പ്രാവശ്യം യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തിന് വേദിയായിട്ടുള്ള ഈ ദേശത്ത് ഒരു പ്രാവശ്യം കൂടി ആ സുവിശേഷത്തിന്റെ വിളംബരം അറിയിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യനെ നന്മയിലേക്ക് നടത്തുവാൻ, ഒരു മനുഷ്യനെ മനുഷ്യസ്നേഹിയാക്കി മാറ്റുവാൻ, ഒരു മനുഷ്യനെ പുതുസൃഷ്ടിയാക്കി മാറ്റുവാൻ കഴിയുന്ന ഏക സന്ദേശം അത് സത്യസുവിശേഷമാണ്. എത്രയോ പ്രസംഗങ്ങൾ, എത്രയോ സന്ദേശങ്ങൾ, എത്രയോ ഈസങ്ങൾ, എത്രയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഈ ലോകത്ത് ഉടലെടുത്തിട്ടുണ്ട്. എത്രയോ മതാചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും പ്രസംഗം ലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ മാനവകുലത്തിന് ആത്മരക്ഷയും പാപമോചനവും വീണ്ടെടുപ്പും നൽകുവാൻ ഈ സത്യസുവിശേഷത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും പ്രസക്തമായ സന്ദേശം സത്യസുവിശേഷമാണ്. ഈ സുവിശേഷ സന്ദേശത്തിലാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നത്. കേരളത്തിലെ ജയിലറകൾക്കകത്തും അതുപോലെ ക്രിമിനൽ സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വിവിധങ്ങളായ സ്ഥലങ്ങളിലുള്ളവർ, ഞാൻ സ്ഥലത്തിന്റെ പേരൊന്നും പറയുന്നില്ല, എത്രയെത്ര സാക്ഷ്യങ്ങളാണ് നമുക്കറിയാവുന്നത്. നിരവധി വ്യക്തികളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന സന്ദേശമാണ് ഈ സത്യസുവിശേഷം. ആരെങ്കിലുമൊക്കെ കൊടുത്ത കൊച്ചു സുവിശേഷ പ്രതികളും ആരെങ്കിലുമൊക്കെ തെരുവീതികളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ സത്യസുവിശേഷത്തിന്റെ സന്ദേശങ്ങളും ജനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. ഈ പ്രദേശത്തും ആ സുവിശേഷത്തിന്റെ ചെറിയ അംശോത്രം, ചെറിയ ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മാനവകുലത്തിന് പാപത്തിന്റെ പരിഹാരം അതുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയൂ. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് അവന്റെ രോഗമല്ല, കടഭാരമല്ല, അതല്ലെങ്കിൽ അവന്റെ കുടുംബ തകർച്ചയല്ല അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഘടകം പാപമാണ്. കാരണം ദൈവം വിശുദ്ധനാണ്, ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തിന് മനുഷ്യനോട് ബന്ധപ്പെടണമെങ്കിൽ പാപത്തിന്റെ അവസ്ഥയിൽ അവന് ബന്ധപ്പെടാൻ കഴിയില്ല. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റി നിർത്തുന്നത് പാപമാകയാൽ പാപത്തിന് പരിഹാരം വരുന്ന ഒരു മനുഷ്യന് മാത്രമേ ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയൂ. അങ്ങനെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ മനുഷ്യൻ ഒരുപാട് മാർഗങ്ങൾ കണ്ടെത്തി. തീർത്ഥാടനങ്ങളും ഉത്സവങ്ങളും ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, ഒരുപാട് മാർഗങ്ങൾ അവൻ ചെയ്തു. പക്ഷേ ഈ മാർഗത്തിലൊന്നും ദൈവത്തോട് അവന് ബന്ധപ്പെടാൻ കഴിയില്ല. കാരണം അവന്റെ പാപത്തിന്റെ പരിഹാരം ഉണ്ടാകുന്നില്ല. പാപത്തിന്റെ പരിഹാരം എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വിളിച്ചു പറയുന്ന സത്യസുവിശേഷം അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു അത് പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചെങ്കിലേ ഉണ്ടാകൂ. പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നാണ് പഴയ നിയമം പറയുന്നത്. മനുഷ്യൻ പാപിയാണ്. പാപിയായ മനുഷ്യന്റെ ഏത് അവയവം കൊണ്ടോ ഏത് ചിന്തകളിൽ നിന്നോ പാപം ഉത്ഭവിക്കുന്നുവോ അവിടെ എല്ലാം അതിന് പരിഹാരം അതേ അളവിൽ അവൻ ചെയ്യണം. അങ്ങനെ ആത്യന്തികമായി പാപത്തിന്റെ പരിഹാരത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് മരണമെന്നാണ്. പാപത്തിന്റെ ശമ്പളം മരണമെന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് പാപത്തിന്റെ പരിഹാരം വരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, മരണം അനുഭവിക്കണം. പാപം മൂലമാണ് ഭൂമിയിൽ മരണം കടന്നു വന്നത്. അതുകൊണ്ട് മരണത്തിലൂടെ മാത്രമേ പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിയൂ. അങ്ങനെ സ്വർഗത്തിലാ ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, പാപം ചെയ്തിട്ടില്ലാത്ത, പാപം അറിഞ്ഞിട്ടില്ലാത്ത പരമപരിശുദ്ധനായ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. എന്തിനാ കടന്നു വന്നറിയാമോ? മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചിട്ട് മനുഷ്യൻ പാപിയായതുകൊണ്ട് അവന് പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിയില്ല. പാപിയായ മനുഷ്യന്റെ കരങ്ങളിൽ ഒരു കർമ്മവും, അത് പാപിയായ മനുഷ്യൻ ചെയ്യുന്ന ഒരു യാഗവും ദൈവം സ്വീകരിക്കാതിരിക്കുമ്പോ അതിന് യോഗ്യനായ ഒരു വ്യക്തിക്ക് മാത്രമാണ് ആ യാഗം ചെയ്യാൻ കഴിയുന്നത്, ആ മരണം ഏറ്റെടുക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടി സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ ദാസ്യരൂപമെടുത്ത് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നു. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തു ആരായിരുന്നു? യേശുക്രിസ്തു പൂർണ്ണ ദൈവമായിരുന്നു. പൂർണ്ണ ദൈവമായിരുന്നവൻ പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിനാണെന്നറിയാമോ? മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ പാപമില്ലാത്തൊരു മനുഷ്യൻ ഭൂമിയിൽ അവശേഷിക്കാത്തത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം തന്നെ പാപമില്ലാത്തവൻ, പരമപരിശുദ്ധൻ, മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു. മനുഷ്യന്റെ മുഴുവൻ പാപവും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും പാപം സ്വന്തം ശരീരത്തിൽ യേശു ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി
യേശു ക്രിസ്തു മരണത്തിലൂടെ കടന്നുപോയി. അങ്ങനെ പാപത്തിന്റെ ആത്യന്തികമായ ശിക്ഷയായ മരണം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന്റെ അധീനതയിൽ, പാപത്തിന്റെ അടിമത്തത്തിനകത്ത്, പാപത്തിന്റെ ചേറ്റുകൊണ്ടിനകത്ത്, പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരുന്ന മനുഷ്യന് വിമോചനം പ്രഖ്യാപിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിലൂടെ എന്നേക്കുമായി മാനവകുലത്തിന് പാപപരിഹാരം സിദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ, അത് കർത്താവായ യേശു ക്രിസ്തു. ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ ഒരേ ഒരു മധ്യസ്ഥനെ നമുക്കുള്ളൂ, അത് യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ. ഒരുപാട് മധ്യസ്ഥന്മാരില്ല, യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ. കാരണം ദൈവത്തെ അറിയണോ, യേശുവിനെ അറിയണം. മനുഷ്യനെ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കണമോ, മനുഷ്യനായി അവതരിച്ച യേശുവിനെ അറിയണം. അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി നിൽക്കുന്നത് യേശു മാത്രമാണ്. അതുകൊണ്ട് യേശുവിലൂടെ മാത്രമേ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയൂ. മറ്റൊരു കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങളിലൂടെയോ മനുഷ്യന് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഒരു മനുഷ്യന് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഏക മാർഗം യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. യേശു മാത്രമാണ് വഴി. ദൈവത്തിലേക്കുള്ള ഏക വഴി അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്ന ഏക സത്യത്തിലൂടെ അല്ലാതെ ആർക്കും ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയില്ല. യേശു ക്രിസ്തു എന്ന ജീവനിലൂടെ അല്ലാതെ ആർക്കും ദൈവിക ജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇന്നും പകൽ അസംദിഗ്ധമായി ഞങ്ങൾ ഈ തിരുക്കോടിനോട് വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ നാമം. ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തുവിലൂടെയാണ് ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നും പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഒരുപാട് മധ്യസ്ഥന്മാരില്ല, ഒരുപാട് മധ്യസ്ഥതകളില്ല. ഒരേ ഒരു മധ്യസ്ഥൻ, യേശു എന്ന മധ്യസ്ഥൻ. യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയുന്നത്. ഒരു മനുഷ്യനെ ദൈവത്തോട് ബന്ധപ്പെടുത്തി ദൈവിക സമാധാനത്തിലേക്കും കൂട്ടായ്മയിലേക്കും ദൈവിക ബന്ധത്തിലേക്കും ഒരു മനുഷ്യനെ മടക്കി കൊണ്ടുവന്നത് യേശുവാണ്. അതുകൊണ്ട് ഈ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത് നിങ്ങളുടെ സമയം വെറുതെ കളയരുതേ എന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കണമെങ്കിൽ, ദൈവത്തോട് ബന്ധപ്പെട്ട് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കണമെങ്കിൽ ഒറ്റ മാർഗം, യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരിക, യേശുവിന്റെ ദൈവപുത്രത്വത്തിൽ വിശ്വസിക്കുക. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയൂ. മറ്റൊരു മാർഗത്തിലൂടെയും മനുഷ്യന് ദൈവത്തോട് എടുക്കാൻ കഴിയില്ല. മനുഷ്യൻ പഠിപ്പിക്കുന്ന ഒരുപാട് മാർഗങ്ങളും ഒരുപാട് ഇസങ്ങളും ഒരുപാട് തത്വശാസ്ത്രങ്ങളും ഒക്കെ ലോകത്തുണ്ട്. എന്നാൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, സത്യസുവിശേഷത്തെ ആസ്പദമാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, യേശുവിലൂടെ മാത്രമാണ് മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയുന്നത്. പാപിയായ മനുഷ്യന്റെ തിന്മ നിറഞ്ഞ, ബലഹീനനായ, പ്രയോജനമില്ലാത്ത, യാതൊരു നന്മയും വസിക്കാത്ത മനുഷ്യന്റെ അകത്ത് മുഴുവൻ പാപവും യേശു സ്വന്തം ശരീരത്തിലേക്ക് എടുത്തുകൊണ്ട് യേശുവിന്റെ ജീവൻ നമ്മിലേക്ക് പകരുവാനിടയായി തീർന്നു. അതുകൊണ്ട് വിശ്വസിക്കുന്നവരുടെ അകത്ത് യേശുവിന്റെ ജീവൻ വ്യാപരിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ അകത്തേക്ക് യേശുവിന്റെ ജീവൻ വെളിപ്പെടുന്നു. അത് നിത്യജീവനാണ്. അത് ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുവാൻ അവന്റെ അകത്ത് നൽകപ്പെടുന്ന നിത്യജീവനാകയാൽ ഇന്നു പകൽ ഈ നിത്യജീവനെ നിങ്ങൾ തള്ളിക്കളയരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോട് നിങ്ങൾക്ക് പാപമോചനമുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോട് നിങ്ങൾക്ക് വീണ്ടെടുപ്പുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോട് നിങ്ങൾക്ക് പുത്രത്വമുണ്ട്. അവരെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുവെന്ന വേദപുസ്തകം പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ മകനുമായി മാറാൻ കഴിയും, ദൈവീക കുടുംബത്തിലെ അംഗമായി മാറാൻ കഴിയും. ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന്, ഈ പാപത്തിന്റെ ചെളിക്കുഴിയിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുവാൻ ഒരൊറ്റ മാർഗം, ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ നിങ്ങൾ പങ്കാളികളായി തീരണം. അതുകൊണ്ട് ഇന്നും പകൽ ഈ ദേശനിവാസികളോട് ഒരിക്കൽ കൂടി ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഏക മധ്യസ്ഥനായ ക്രിസ്തുവിൽ വിശ്വസിക്കുക, ദൈവത്തോട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവൻ സത്യദൈവവും നിത്യജീവനും എന്നാണ്. ക്രിസ്തു നിത്യജീവനാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവത്തോട്
ബന്ധപ്പെട്ട് ജീവിക്കുവാൻ ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഭവമാണ് നിത്യജീവൻ. ആ നിത്യജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തോട് ബന്ധമുണ്ട്. യേശു ക്രിസ്തു മരിച്ചു, എല്ലാവരെയും പോലെ യേശു ക്രിസ്തുവെ കല്ലറയിൽ അടക്കി. എന്നാൽ മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ച യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പാനിടയായി തീർന്നു. മരണവാസങ്ങൾക്ക് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. മരണവാസങ്ങളെ തോൽപ്പിച്ച യേശു ക്രിസ്തു മൂന്നാം ദിവസം സത്യദൈവമെന്ന് തെളിയിച്ചുകൊണ്ട് താൻ ദൈവപുത്രനെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഈ തിരുക്കോണിൽ ഉയർത്തുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുനരുദ്ധാനമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനവും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുനരുദ്ധാനമുണ്ട്. മരണം കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കത്തില്ലെന്നേ. പക്ഷിമൃഗാദികളുടെ ജീവനൊക്കെ മരണം കൊണ്ട് അവസാനിക്കുമ്പോ മരണം കൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവിതമാണ് മനുഷ്യന്റേത്. കാരണം മനുഷ്യന്റെ അകത്ത് ദൈവം വിലയേറിയ ഒരു ആത്മാവിനെ നിക്ഷേപിച്ചിരിക്കുന്നു. ആ വിലയേറിയ ആത്മാവിന് നാശമില്ലെന്ന്. നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ ആത്മാവ് ഒന്നുകിൽ ദൈവത്തോടൊപ്പം നിത്യമായി വസിക്കും, അതല്ലെങ്കിൽ നിത്യമായി ന്യായവിധിക്കാത്ത കെടാത്ത തീയുടെയും ചാകാത്ത പുഴുക്കളുടെ ഇടയിലേക്ക് നിങ്ങളുടെ ആത്മാവ് തള്ളപ്പെടും. നിത്യമായ ന്യായവിധിയിലേക്ക് നിങ്ങൾ പോകാതിരിക്കണമെങ്കിൽ നിത്യജീവന്റെ ഉറവയായ ക്രിസ്തുവെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കണം. മരണശേഷം ആർക്കും അത് സ്വീകരിക്കാൻ കഴിയില്ല. നമ്മുടെ മരണത്തോടുകൂടി ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാൻ ദൈവം ഒരുക്കിയ കൃപയുടെ വാതിൽ അടയുകയാണ്. അതിനു മുമ്പ് മരണം നിങ്ങളെ തേടിയെത്തുന്നതിന് മുമ്പ് ഏത് സമയത്തും മരണം നമ്മളെ തേടിയെത്താം. ഈ ലോകത്ത് ആർക്കും ഒരു ഗ്യാരണ്ടിയുമില്ല. എപ്പോൾ വേണമെങ്കിലും മരണം നമ്മെ തേടിയെത്താം. എന്നാൽ മരണം തേടിയെത്തുന്നതിന് മുമ്പ് യേശുവിനെ സ്വീകരിച്ച നിങ്ങളുടെ നിത്യജീവൻ ഉറപ്പിക്കണം. മരണാനന്തരമുള്ള നിങ്ങളുടെ നിത്യമായ ജീവിതത്തെ ഉറപ്പിക്കുവാൻ നിങ്ങൾക്ക് കിട്ടുന്ന അവസരമാണിത്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഇതാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ നിങ്ങൾ യേശുവിനെ തിരിച്ചറിയണം, യേശുവിനെ നിങ്ങൾ വിശ്വസിക്കണം, യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കണം. അങ്ങനെ മാത്രമേ ഒരു ആത്മാവിന് നിത്യജീവനിൽ പ്രവേശിക്കാൻ കഴിയൂ. മരണത്തിന് ശേഷം നടത്തുന്ന ചാത്തോ അടിയന്തരോ സഞ്ചയനോ ധൂപപ്രാർത്ഥനയും ഇതൊന്നും കൊണ്ട് ഒരു മനുഷ്യനും സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഇപ്പോൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഈ നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നതിന് മുമ്പ് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ നിങ്ങളോട് വിനയമായി അഭ്യർത്ഥിക്കുന്നു. അല്ലാത്ത പക്ഷം വരാൻ പോകുന്ന ന്യായവിധി ചൂടപോലെ കത്തുന്ന ഒരു ദിവസം, സകല അഹങ്കാരികളും ദുർനടപ്പുകാരും താവടിയായി മാറുന്ന ആ ദിവസം വരാൻ പോവുകയാ. ആ ദിവസത്തിൽ നിങ്ങൾ അകപ്പെട്ട നിത്യമായ ന്യായവിധിയിലേക്ക് നിങ്ങൾ തള്ളപ്പെടാതിരിക്കുവാൻ ഒറ്റ മാർഗം, ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇത് സൗജന്യമാണ്. ഇതിന് പണം കൊടുക്കണ്ട, നേർച്ച കൊടുക്കണ്ട, കാഴ്ച കൊടുക്കണ്ട, തീർത്ഥാടനം നടത്തണ്ട. ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പാപിയാണ്, എന്റെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് വരണമേ എന്ന ഈ പാപത്തിന്റെ ഈ കരാള ഹസ്തത്തിൽ എന്നെ ഒന്ന് വിടുവിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വേണ്ടി യേശു ഇറങ്ങി വരും. യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങൾക്കൊരു പുതുജീവൻ നൽകും, നിങ്ങൾക്ക് നിത്യജീവൻ നൽകും. ഞങ്ങൾ അനുഭവിക്കുന്ന ആ സന്തോഷത്തിലേക്ക്, ആ നിത്യമായ സമാധാനത്തിലേക്ക്, ആനന്ദത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.